ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഘു അമ്പിളിയോട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ, വിനയനെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ അമ്പിളി പറയാണ്, എന്തായാലും വിനയനാണ് ആള്, അതിലൊന്നും ഇല്ലാതിരിക്കില്ല. വിനയൻ തെറ്റ് ചെയ്യും, തെറ്റ് ചെയ്യാത്തവനല്ല, ഉറപ്പാണ് രഘുവേട്ട എന്നൊക്കെ പറയുമ്പോൾ എന്തോ എനിക്കറിയില്ല. എന്തായാലും നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടും. നീ ചീരുവിനോട് ഇക്കാര്യമൊക്കെ പറയും, കാരണം വിനയനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചീരു അറിഞ്ഞിരിക്കണമെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഇനി കിടക്കാമെന്ന് പറയണം, മോളെ എടുക്കാൻ മറക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് രഘു അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി അനുപമയാണ് കാണിക്കുന്നത്. അനുപമ പോവാൻ ഇറങ്ങാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയൻ വരികയാണ്. അങ്ങനെ വിജയൻ വന്നിട്ട് പറയണേ, അനുപമേ നീ പോവാൻ ഒരുങ്ങാണോ? ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങ് നേരെ വീട്ടിലോട്ടാണോ? ആ വീട്ടിലോട്ട് പോകണം. പിന്നെ സത്യൻ്റെ കല്യാണത്തോടു കൂടി നീയും ഇന്ദ്രനൊക്കെ ഒരുമിച്ച് താമസിക്കുമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആയിരിക്കാം എന്ന് പറയണ കേട്ടോ. എന്നാൽ ഈ സമയം എന്തായാലും അത് ഉണ്ടാവുമായിരിക്കും, എന്തായാലും അവരുടെ കല്യാണമൊക്കെ നടക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിലോ, നിങ്ങളെങ്ങനെ പോകുന്നത്? ഇന്ദ്രേട്ടൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. പിന്നീട് മഞ്ചാടി വരണം. അപ്പം മഞ്ചാടിയോട് പറയണേ, നീ പോണ്ട, നിന്നെ പകുതി വരെ ഞങ്ങളാക്കിത്തരാം, ബാക്കി ഉള്ളിടത്ത് നീ ബസ് കയറിയാൽ മതി, എൻ്റെ കൂടെ പോവാ, ഇന്ദ്രേട്ടൻ ഇപ്പോൾ വരുമെന്ന് പറയണ്ട. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഇന്ദ്രനെ കാണുമ്പോൾ ഇവർ രണ്ടാളും പുറത്തോട്ട് ഇറങ്ങി ചെല്ലാണ്. ഇതേ സമയം ഇന്ദ്രൻ ചോദിക്കും, പോവല്ലേ? അപ്പം മഞ്ചാടിയും കൂടെയുണ്ട്, അവളെ കോളേജിൽ ആക്കി കൊടുക്കണ്ട, ബസ് സ്റ്റോപ്പ് വരെ ആക്കി കൊടുത്താൽ മതി എന്ന് അനുഭവം പറയുമ്പോൾ, അതിനെന്താ, അവളെ കോളേജിൽ തന്നെ ആക്കി കൊടുക്കുക. അത് കേൾക്കുന്ന മഞ്ചാടി പറയുന്നത്, വേണ്ട ഇന്ദ്രേട്ടാ, അത് രണ്ടും രണ്ട് വഴിയല്ല, അതുകൊണ്ട് ബസ് സ്റ്റോപ്പ് വരെ ആക്കി തന്നാൽ മതി, അങ്ങനെ അങ്ങ് പോവാമെന്ന് പറയാനേട്ടോ. പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. ഡ്രസ്സൊക്കെ മാറി സുശീല പുറത്ത് നിൽക്കുകയാണ്. ഉറഞ്ഞു തുള്ളാണ് സുശീല. അവളെ കാത്തിരുന്ന് എത്ര നേരമായി. അവൻ എന്തിനാ അവളെ വിളിക്കാൻ വേണ്ടി പോയത്? അതിൻ്റെ ആവശ്യം അവനില്ലല്ലോ. പിന്നെ എന്തിനാണ് അവനത് ചെയ്തിരിക്കുന്നത്? അവന് അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അവൾക്ക് എന്താ, ആ ഡ്രസ്സ് എടുക്കുന്ന ആ ഷോപ്പിലോട്ട് ചെന്നാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. അത് കേൾക്കുന്ന ഭാനുമ്മ പറയാം, അതെങ്ങനെ ഇന്ദ്രന് തോന്നിയിട്ടുണ്ടാവും, വീട്ടുകാരിയല്ലേ അവള്, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് അവന് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അത് കേൾക്കുന്ന സത്യം ശരിയാണ്, അനുചേച്ചി ഈ വീട്ടിൽ നിന്നല്ലേ ഇറങ്ങേണ്ടത്. വല്ലാത്തൊരു അനുചേച്ചി, എന്തായാലും പോയിട്ട് ഒത്തിരി കഷ്ടമായി, മറ്റുള്ളവർ ഇങ്ങനെ നേരം വഴുകുന്ന ഒരു ആഹ്വാനം കഴിയുമെന്നൊക്കെ പറയുമ്പോൾ, ഇതിനൊക്കെ അങ്ങനെയുണ്ടോ എന്ന് സോന ചോദിക്കുകയാണ്. ആടി ഉണ്ടടി, ഇത് കല്യാണ ഡ്രസ്സാണ് എടുക്കാൻ പോകുന്നത്, അല്ലാതെ ഡ്രസ്സ് എടുക്കാനല്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. കല്യാണപ്പുടവ എടുക്കാൻ പോകുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നും പറയുന്നു. അങ്ങനെ ഇവർ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ അനുപമയും കൊണ്ടുവരുന്നത്. അത് കാണുമ്പോൾ തന്നെ സുശീലൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കണം കേട്ടോ. അനുപമയെ കാണുന്ന സുശീല ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. ഇതേ സമയം അനുപമ കാറിൽ നിന്നും ഇറങ്ങുന്നത് ഫ്രണ്ടിൽ നിന്നായിരിക്കും കേട്ടോ. അതും കാണുമ്പോൾ അനുപമ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് സുശീല പെട്ടെന്ന് അനുപമ ഇറങ്ങിയ ഉടൻ തന്നെ ആ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരിക്കുന്നു കേട്ടോ. പിന്നീട് സത്യൻ ഇതാ അനുചേച്ചി കുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് മോളെ കൊടുക്കണം. അങ്ങനെ അവരെല്ലാവരും കൂടി യാത്രയാവണം. എന്നാൽ ഈ സമയം പിന്നീട് ദാസിനെയാണ് കാണിക്കുന്നത്. ദാസ് ഇങ്ങനെ പഞ്ചരത്നത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്പിളിയും ചീരും അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാണ്. ദാസങ്ങൾ വായോ എന്നൊക്കെ പറയാണ്. എല്ലാ അണ്ണനെ എവിടെ, അമ്മാവൻ അച്ഛൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ദാസ് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷിൻ്റെ അടുത്ത് പോയി നോക്കണ്ടിട്ട്. അപ്പോൾ മാഷ് ഇങ്ങനെ കിടക്കായിരിക്കും. എന്താണ് അണ്ണൻ എന്താ ഇങ്ങനെ തളരുന്നത് എന്ന് പറയുമ്പോൾ, അതല്ല ദാസ്, എനിക്ക് വലിയ വേദന, മക്കളിൽ ഞാനൊരു പരാജയമായോ എന്നൊരു തോന്നൽ. എല്ലാ മക്കൾക്കും വാക്ക് കൊടുക്കുന്നതല്ല, എൻ്റെ കൈവിട്ടു പോകുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഞാനൊന്ന് പറയും, പക്ഷേ വേറൊന്നാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറയാനിട്ടോ. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അല്ല, ദയക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു, ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ നിന്നെ ഞാൻ കയറ്റില്ല എന്ന്. പക്ഷേ അത് കയറ്റേണ്ടി എനിക്ക് വന്നില്ല, ഞാൻ നോക്കുകുത്തിയായി, അവൾ പോവേണ്ടി വന്നില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു എന്ന് പറയുമ്പോൾ, ആ ശിക്ഷ അവൾക്ക് കിട്ടാതിരുന്ന അവൾ ചെയ്ത ആ തെറ്റ് അവൾ തിരിച്ചറിയില്ല. കാരണം ഒരു പാവം പയ്യനെയാണ് ഇതിൻ്റെ പേര് വലിച്ചഴിച്ച് പോലീസ് സ്റ്റേഷനിൽ പലതും അനുഭവിക്കേണ്ടി വന്ന്. അത് ആലോചിക്കണം. ആ പയ്യൻ അനുഭവിച്ച വേദന എന്തെന്നറിയാൻ അവളൊന്ന് പോലീസ് ജീപ്പിലെങ്കിലും കയറിയെങ്കിലും വേണം. അവൾക്കത് വേണ്ടത് തന്നെയാണ് ആയിരിക്കാം. പക്ഷേ ഞാൻ അവൾക്ക് കൊടുത്ത വാക്ക് അത് തെറ്റിപ്പോയില്ല. അപ്പോഴേക്കും അമ്പിളിയും ചീരും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അവരേക്കും വരികയാണ്. അപ്പോൾ ചീരു പറയണം, അച്ഛാ അത് ഇത്ര വലിയ തെറ്റൊന്നുമല്ല, തെറ്റ് തിരിച്ചറിയാതെ നല്ലതാണെന്ന് പറയട്ടോ. ഇതേ സമയം അമ്പിളിയും പറയണേ, അച്ഛനിങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ? അപ്പോഴേക്കും ദാസ് പറയണേ, മാഷിനെ അണ്ണൻ്റെ മക്കള്
ഒരാൾ മാത്രമല്ലല്ലോ, വേറെ 4 പേരില്ലേ. ഒരാളെ ഓർത്ത് അണ്ണൻ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ വേറെ 4 മക്കളും അതേ സങ്കടത്തിലിരിക്കില്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയിപ്പോയി, അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കേ. എന്നിട്ട് അണ്ണൻ ഇവർക്ക് വേണ്ടി സന്തോഷത്തോടു കൂടി നിൽക്കുക എന്ന് പറയുമ്പോൾ, എനിക്ക് ഒരു മക്കൾക്ക് വിഷമം വന്നാൽ 4 മക്കളോട് വേറെ തരത്തിലും, ഒരു മക്കളോട് വേറെ തരത്തിലും പ്രവർത്തിക്കാൻ എനിക്കറിയില്ല. ഒരു മക്കൾക്ക് വിഷമം വന്നാൽ എല്ലാവർക്കും ഒരുപോലെ വന്നതിന് തുല്യമാണ്, അങ്ങനെ എനിക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് മാഷ് പറയാൻ കേട്ടോ. എന്നിട്ട് മാഷ് പറയും, എവിടെ, അവൾ റൂമിലുണ്ടാച്ചാ. അപ്പോൾ ഉടൻ തന്നെ ദാസ് പറയാണ്, ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ ഉണ്ടോ? അപ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയും, ആ ഉണ്ട്, പിന്നല്ലാതെ ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, എന്ന് എല്ലാവർക്കും എടുത്തു വെച്ച്. അപ്പോൾ ഉടൻ തന്നെ മാഷ് പറയണ, ദയം വിളിച്ചു വെക്കൂ. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം എടുത്തു വെക്കാൻ പോകുമ്പോൾ രഘുവിനെ വിളിക്കാൻ കേട്ടോ. രഘു, അവളെ ആരും ഒന്നും പറയണ്ട, അവൾ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റില്ല, അതാണ് എൻ്റെ സങ്കടം. അതുകൊണ്ട് അവൾ ഭക്ഷണം കഴിക്കാൻ വന്നാലും ഒന്നും പറയണ്ട എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രഘു ഒന്നും മിണ്ടാതെ അങ്ങ് പോവാണ്. എന്നാൽ ഈ സമയം കാണിക്കുന്നത് ലംബോദരനെയാണ്. ലംബോദരൻ കിളിക്കൂടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് ലതിക അങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ചു വരികയാണ്. അപ്പോൾ ലതികയെ, നീ എപ്പോൾ പോയതാണ്? എത്ര നേരമായി നിന്നെ കാണാത്തത് കൊണ്ട് ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചു. അത് അമ്പലത്തിൽ മനസ്സ് കൈവിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അതിൽ അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്നുള്ള ആ ഒരു പ്രാർത്ഥനയായിരുന്നു. അത് കേൾക്കുന്ന ലംബോദരൻ പറയുന്നത്, നിൻ്റെ മകനാണ് ആള്, ഒരിക്കലും നിൻ്റെ മകൻ തെറ്റ് ചെയ്യാതിരിക്കില്ല, അവൻ തെറ്റ് ചെയ്യും. കാരണം എന്താണെന്നറിയാം, അവൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ആളുകളോട് നുണ പറയാനേ അവനെ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ നാളെ അതിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അവൻ്റെ മൊബൈലിലും ഉണ്ടാവും, അവൻ്റെ ലാപ്ടോപ്പിലും ഉണ്ടാവും. അവനാണ് ആൾ. അതുകൊണ്ട് അവനെ നാളെ പോലീസ് പിടിക്കപ്പെടും. ഈ പറയുന്ന ദാസും രഘുവും ഇറക്കിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവർ തന്നെ അവനെ പ്രതിയാക്കുകയും ചെയ്യുമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന ലതിക പറയാണ്, തീർച്ചയായും അത് വേണം, എൻ്റെ മകന് ഞാൻ കൂടിയും പ്രതിയാക്കും. അവനങ്ങനെ ഒരു തെറ്റ് അതിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ എൻ്റെ മകനല്ല. കാരണം അവൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ട് അവൻ നിരപരാധിയെ പോലെ പുറത്തിറങ്ങി മറ്റുള്ളവരെ ഇനിയും ദ്രോഹിക്കാനാണെങ്കിൽ ഉദ്ദേശമെങ്കിൽ ഞാൻ അവനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ലംബോദരൻ ആകെ ഞെട്ടിപ്പോണത് തൻ്റെ പെങ്ങളുടെ ആ ഒരു മാറ്റം. എന്നിട്ട് പറയണ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ തിരിച്ചു വരട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം എന്താണെന്ന് അവൻ ജയിലിൽ കിടന്ന് അനുഭവിക്കണമെന്നൊക്കെ ലതിക തറപ്പിച്ചു പറയുന്നു കേട്ടോ. പിന്നീട് ഇവരിങ്ങനെ യാത്രയാവണം. ആ യാത്രക്കിടയിൽ പെട്ടെന്ന് ഇന്ദ്രൻ പറയണ, വണ്ടി നിർത്തിക്കേ ശ്യാം എന്ന് പറയണ. അങ്ങനെ വണ്ടി നിർത്തുന്നു കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഇന്ദ്രൻ, ആണോ, എന്നിട്ട് എന്താ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുശീല എന്താ ഓടി വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സത്യം എന്താ എന്ന് പറയണേ. അത് പിന്നെ എന്ന് പറഞ്ഞു ഉടനെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ, ചില ലക്ഷണം കെട്ടവരെ കണി കണ്ട് ഇറങ്ങിയ ഇങ്ങനെയൊക്കെ തന്നെ വരുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അത് അനുപമയെ തട്ടിച്ചാണെന്ന് അനുപമക്ക് മനസ്സിലായി. അങ്ങനെ അനുപമ പിറകോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സത്യം എന്താണെന്ന് ചോദിച്ചറിയുമ്പോൾ സച്ചി സാറിൻ്റെ അനിയൻ ആക്സിഡൻറ്റിൽ മരിച്ചിരിക്കുന്നതെന്ന് പറയുന്നിട്ടാ. ഇത് കേൾക്കുന്ന സുശീല, അയ്യോ, ആക്സിഡൻറ്റിൽ മരിച്ചോ, ഇനി വില കഴിയാതെ കല്യാണം നടത്താൻ പറ്റില്ലല്ലോ, നല്ലൊരു കാര്യം കിട്ടിയതാണ്, നല്ലൊരു ബന്ധം നമ്മുടെ വീട്ടിലോട്ട് വന്നു കയറിയപ്പോൾ ചില ലക്ഷണം കെട്ടവന്മാർ അത് തകർത്തു എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഇന്ദ്രൻ, മതി, ഈ സംസാരം ഇവിടെ നിർത്ത്. അപ്പോഴേക്കും സോന പറയണേ, ലക്ഷണം കെട്ടത് അമ്മയാണ്, അല്ലാതെ അനുചേച്ചിയെ മറ്റുള്ളവരെ പറയണ്ട, കാരണം ദുർമന്ത്രവാദം, ആ മന്ത്രവാദം ഈ മന്ത്രവാദമൊക്കെ ചെയ്തു കൂട്ടുന്ന അമ്മയല്ലേ എന്ന് പറയുമ്പോൾ, എടി നീ എന്നെയാണ് പറയുന്നത്. അപ്പോഴേക്കും ഇന്ദ്രൻ, മതി, ഈ സംസാരം ഇവിടെ നിർത്തിയേക്ക്, വാ നമുക്ക് പോവാം, ഇവിടെ ഇപ്പോൾ ആരും ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ ആരെയും പഴി പറയേണ്ട ആവശ്യമില്ല. സച്ചി സാറിൻ്റെ അനിയൻ്റെ വണ്ടിയിലോട്ട് ഒരു ടിപ്പർ ലോഡ് ഇടിച്ചു കയറി, അതിനൊക്കെ ഇപ്പോൾ ഒരാളെ കുറ്റം പറയാൻ പറ്റുമോ? അതൊക്കെ യാദൃശ്ചികമായി ഉണ്ടാകുന്ന അപകടങ്ങളല്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വണ്ടിയിൽ എല്ലാവരും കയറുകയാണ് കേട്ടോ. പക്ഷെ അനുപമ മാത്രം കയറുന്നില്ല. അത് കാണുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഉടനെ തന്നെ ഇന്ദ്രൻ വന്നിട്ട് ചോദിക്കും, അനു, നീ എന്താ വണ്ടിയിൽ കയറാത്ത? ഒന്നുമില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ, അതെന്താ നീ വണ്ടിയിൽ കയറാത്ത, പറയൂ എന്ന് പറയാനിട്ടോ. അപ്പോഴേക്കും അനു പറയും, ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അനുപമ അപ്പുറത്ത് നിൽക്കുന്ന രമണിയെ കണ്ടിട്ടോ. അങ്ങനെ രമണിയുടെ മുന്നിലോട്ട് പോവാണ്. എന്നാൽ എന്തുകൊണ്ട് അനുപമ പോകുന്നത് എന്നറിയാൻ സത്യനും വണ്ടിയിൽ നിന്നിറങ്ങി ഇന്ദ്രനും സത്യനും ശ്യാമും സോനയും എല്ലാവരും വരികയാണ്. അങ്ങനെ എല്ലാവരും ഈ അനുപമ പോകുന്നിടത്ത് പോവാണ്. അപ്പോഴേക്കും അനുപമ, ചേച്ചിക്ക് എന്നെ അറിയുമോ? ആരാ നീ? എന്നെ അറിയാതിരിക്കാൻ ചേച്ചി വഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ രമണിക്ക് ഓർമ്മ വരികയാണ് അന്ന് ഞാൻ പറഞ്ഞ ആ സത്യം. അതായത് ഇളനീർ കച്ചവടമായിരിക്കും ഇപ്പോഴവർ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ ചേച്ചിക്ക് എന്നെ അറിയില്ലേ? അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ, ഒരു കുടുംബം തകർക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടല്ലേ പോയത്. അപ്പോഴേക്കും ഇന്ദ്രനും സത്യനും ശ്യാമും സോനയൊക്കെ അനുപമയുടെ അടുത്തെത്തിയിട്ടോ. അപ്പോൾ ഉടൻ തന്നെ, ആരാണിത് എന്ന് ഇന്ദ്രൻ ചോദിക്കണം. അപ്പോൾ ഇന്ദ്രേട്ടാ, ഇതേ അന്ന് നമ്മുടെ തകർക്കാൻ വേണ്ടി വലിയൊരു വെടിക്കെട്ട് എൻ്റെ മനസ്സിലിട്ട് വന്നു പോയില്ലേ, അവളാണിത്, അതായത് ആ രമണി
എന്ന് പറയും കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഞാൻ രമണിയൊന്നല്ല, ഞാൻ ഇളനീർ വെക്കുന്ന വിലാസിനിയാണ്. നിങ്ങൾ നല്ല നാടകക്കാരിയാണല്ലോ. അത് കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ നല്ല നാടകക്കാരിയായി, നന്നായി അഭിനയിക്കും. അപ്പോഴേക്കും സോന പറയണേ, അന്ന് ആ അഭിനയം തന്നെയല്ലേ നിങ്ങളവിടെ നടത്തിയതെന്ന് സോന പറയുമ്പോൾ ഉടൻ തന്നെ അനുപമയുടെ മുന്നിൽ വെച്ച് അവർ പറയില്ലല്ലോ, അങ്ങനെ ഒരു നാടകമൊന്നും ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന ഷ്യാമു പറയണേ, ഇവരെ പോലീസിലെ പിടിക്കപ്പെടുകയാണ് വേണ്ടത്. ഒരു കുടുംബം തകർക്കുന്ന പ്രവൃത്തി ചെയ്ത ഇവരെ പോലീസിന് പിടിച്ചു കൊടുക്കണമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന അനുപമ, ശരിയാണ്, പോലീസിന് പിടിച്ചു കൊടുക്കണം. അപ്പോഴേക്കും ഇവിടെ എന്താ നടക്കുന്നത് അറിയാൻ വേണ്ടി സുശീല പുറത്തോട്ട് ഇറങ്ങുമ്പോൾ താൻ കാണുന്ന കാഴ്ച, തൻ്റെ മുന്നിൽ നിൽക്കുന്ന രമണി. ഈശ്വര, പെട്ടല്ലോ, ഇനി താൻ എന്ത് ചെയ്യുമെന്ന ആ പേടിയോടുകൂടി സുശീല ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.